ഹലോ വെൽക്കം ടു അവർ ന്യൂ ചാനൽ മെഡിക്കൽ കോഡിംഗ് സാം മെഡിക്കൽ കോഡിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPC എക്സാം ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതുപോലെ തന്നെ മെയിൻലി ഫോക്കസിങ് ഓൺ ICD ഫോർ ദ ടൈം ബീയിങ് നൗ. ഓക്കെ, ICD 10CM ആയിരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ജനറലായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, ട്രാൻസ്ലേഷൻ ഓഫ് ഡയഗ്നോസിസ് പ്രൊസീജിയർ മെഡിക്കൽ സർവീസസ് ഇൻ ടു ആൽഫ ന്യൂമറിക് കോഡ്സ്. നമ്മുടെ ഡയഗ്നോസിസ് പ്രൊസീജിയർ മെഡിക്കൽ സർവീസസ് ആൽഫ ന്യൂമറിക് കോഡ്സിലോട്ടാക്കി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്, ഞാനത് പറയാം. ട്രാൻസ്ലേഷൻ ഓഫ് ഡയഗ്നോസിസ് ഇൻ ടു ആൽഫ ന്യൂമറിക് കോഡ്സ്, പ്രൊസീജിയേഴ്സ് ഇൻ ടു CPT കോഡ്സ്, മെഡിക്കൽ സർവീസസ് ഇൻ ടു HCPCS കോഡ്, അങ്ങനെയാണ് ശരിക്കും. ഓക്കെ, അല്ലാതെ എല്ലാം ആൽഫ ന്യൂമറിക് കോഡിലല്ല. ഡയഗ്നോസിസ് നമ്മൾ ആൽഫ ന്യൂമറിക് കോഡ് ICD 10CAത്തിലായിരിക്കും നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. റോൾ ഓഫ് മെഡിക്കൽ കോഡർ ടു എൻഷുർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് റിസീവിംഗ് അക്യുറേറ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഫ്രം ഇൻഷുറൻസ് കമ്പനീസ്. അതായത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിന് പേഷ്യൻറ്റിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് ഹോസ്പിറ്റൽസിന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ പില്ലറാണ്. ഓക്കെ, നമ്മളുടെ ജോബ് ഏരിയ ആണത്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണത്. ടു എൻഷുർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് റിസീവിങ് അക്യുറേറ്റ് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് തിരിച്ച എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നത് ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന്. ടു എൻഷുർ ദാറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കീപ് സ്റ്റാൻഡേർഡൈസ്ഡ് റെക്കോർഡ് ഫോർ ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് പർപ്പസ്. ശരിയല്ലേ, മിക്ക ഹോസ്പിറ്റൽസിലും ഇപ്പം ഇലക്ട്രോണിക് മെഡിക്കൽ സിസ്റ്റമാണ് ഉള്ളത്. അതുകൊണ്ടിട്ട് കൂടുതൽ പേപ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമായിട്ടും കൂടെ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് നമ്മളത് ശ്രദ്ധിക്കണം. പക്ഷെ അതിന് ഒത്തിരി അവിടെ വേറെ മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം നമ്മുടെ ജോബ് ഏരിയയിൽ വരുന്നതാണ്. എ ജോയിൻറ്റ് എഫേർട്ട് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് കോഡർ. ഹിയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഈസ് ഡോക്ടർ. ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് കോഡർ ഈസ് എസെൻഷ്യൽ. അതായത് നമ്മൾ രണ്ടുപേരും, ഡോക്ടറും കോഡറും കൂടെ മസ്റ്റായിട്ട് അവരായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ടു അച്ചീവ് അക്യുറേറ്റ് കോഡിംഗ് റിപ്പോർട്ടിംഗ് ഡയഗ്നോസിസ് പ്രൊസീജിയർ പർപ്പസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് വേറൊന്നുമല്ല, ഡോക്ടർ മീൻ ചെയ്ത ഡയഗ്നോസിസ് തന്നെയാണോ നമ്മൾ കോഡ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഡയഗ്നോസിസ് കോഡ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം റിജക്ഷൻ സംഭവിക്കും. അപ്പോൾ ഹോസ്പിറ്റൽസിന് എമൗണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ജോബിന് ഇഷ്യൂ വരും. സോ ജോയിൻറ്റ് എഫേർട്ട് മസ്റ്റ് ബി ടേക്കൺ ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് us. ഇത്രേ ഉള്ളൂ. പ്രോപ്പർ കോഡിംഗ് ഈസ് ക്രൂഷ്യൽ ഫോർ ബില്ലിംഗ് റീഇംബേഴ്സ്മെൻറ്റ് ആൻഡ് ക്ലെയിം അപ്രൂവൽ. ഓക്കെ, അത് തന്നെ നേരത്തെ പറഞ്ഞത്, കോഡിംഗ് മസ്റ്റ് ബി വെരി അക്യുറേറ്റ്. ഓക്കെ, അതർവൈസ് റിജക്ഷൻ വിൽ ബി ഹെയർ. അപ്പം നമ്മൾ അത് കൊണ്ടിട്ട് പ്രോപ്പർ കോഡിംഗ് ക്രൂഷ്യലാണ് ബില്ലിങ്ങിൻ്റെയും റീഇംബേഴ്സ്മെൻറ്റിൻ്റെയും ക്ലെയിം അപ്രൂവലിൻ്റെയും. പിന്നെ സിലബസ് ഓഫ് കോഡിംഗ് ICD 10CM, CPT, HCPCS, മെഡിക്കൽ ടെർമിനോളജി, അനാട്ടമി, ഫിസിയോളജി, ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, സർട്ടിഫിക്കേഷൻ എക്സാം CPC AAPC അപ്രൂവ് ചെയ്യുന്നതാണ്. CCS വന്നിട്ട് നമ്മളുടെ അഹിമ അപ്രൂവ് ചെയ്യുന്നതാണ്. CCS പിന്നെ അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോഡിംഗ് സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ ബേസിൽ വന്നിട്ടും അഹിമ അപ്രൂവ് ചെയ്യുന്നതാണ്. CIC AAPC തന്നെ ചെയ്യുന്നതാണ്. COCM AAPC തന്നെ ചെയ്യുന്ന എക്സാമാണ്. ഇതിൽ നമുക്ക് എത്ര എക്സാം വേണമെങ്കിലും എഴുതാം, ഡിപ്പെൻഡിങ് ഓൺ അസ്. പക്ഷേ നമ്മൾ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ ഇനി എത്ര എക്സാം എഴുതണമെന്നുള്ളത്. ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ അഹിമയുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് എല്ലാത്തിലും ജനറലായിട്ട് നമ്മുടെ CPTയും ICD 10CAവും മെഡിക്കൽ ടെർമിനോളജി, അനാട്ടമി ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ചില HCPCSന് പകരം വേറെ ഏതെങ്കിലും വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം സർട്ടിഫിക്കേഷൻ എക്സാംസ് എല്ലാം നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടതെല്ലാം ഓൺലൈനിൽ തന്നെയാണ്. AAPCയുടെ സൈറ്റ് ആണെങ്കിൽ AAPC, ഇപ്പം CPC ആണെങ്കിൽ AAPC അപ്രൂവ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അത് AAPCയുടെ സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ല നമ്മുടെ CCS ആണെന്നുണ്ടെങ്കിൽ അഹിമ ത്രൂ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡോളറിലായിരിക്കും. ഇതിപ്പം എല്ലാം അമേരിക്കൻ ബേസ്ഡ് ആണ്. അപ്പം ഡോളറിലായിരിക്കും നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എക്സാമിൻ്റെ. പിന്നെ എക്സാം എഴുതണോ വേണ്ടേ എന്നുള്ളതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ അസ്. നമ്മളിപ്പം കോഴ്സ് കംപ്ലീഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ജോബിന് കയറാൻ പറ്റും. ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള നമ്മൾ ഒത്തിരി കമ്പനീസ്, ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി സോഫ്റ്റ്വെയർ അങ്ങനത്തെ ഫീൽഡിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബില്ലിംഗ് കമ്പനീസിലൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് എന്നിട്ടും എക്സാം എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ എക്സാം എഴുതണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല. ബട്ട് എബ്രോഡ് പോകണമെങ്കിലൊക്കെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സർട്ടിഫിക്കേഷൻ ആ ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എബ്രോഡ് UAEയിലൊക്കെയാണ് ഇതിൻ്റെ ചാൻസ് നന്നായിട്ടുള്ളത്. UAE, ബഹ്റിൻ, അവിടെ എല്ലാം ചാൻസ് ഉണ്ട്. പക്ഷേ ദോഹയിലാണെങ്കിൽ അവിടെ വന്നിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ കോഡിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ദോഹയിൽ. അതുകൊണ്ട് ദോഹയിൽ നമ്മളുടെ ഈ CPCക്ക് സംഭവം ഇത്തിരി പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഞാൻ അതുകൊണ്ടിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് UAEയിലൊക്കെ നല്ല ചാൻസാണ് ഈ CPC
എക്സാം എഴുതി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് മിക്കവാറും ആളുകൾ ജോബ്ലെസ് ആയിട്ടിരിക്കുന്നില്ല, ജോബ് കിട്ടും, ഉറപ്പാണത്. നല്ല സാലറിയും ഉണ്ടാവും. ഓക്കെ. പിന്നെ എക്സാം ഫോമാറ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം, 4 to 6 hours. കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ ദ എക്സാം ത്രൂ, ആസ് ഐ സേ ബിഫോർ, സെയിം തന്നെ. കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ ദ എക്സാം ത്രൂ ഓൺലൈൻ. ഓക്കെ. $300 to $400 ആയിരിക്കത്തുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ ഒന്നും പേടിക്കണ്ട. അതായത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. ഹോസ്പിറ്റൽസ്, ഫിസിഷ്യൻ ഓഫീസേഴ്സ്, ആംബുലറ്ററി സർജറി സെൻറ്റർ, ബില്ലിംഗ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വേറെ ഒന്നല്ല, നമുക്ക് ട്രെയിനറായിട്ട് വർക്കിന് കയറാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനറായിട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നമുക്ക് ചാൻസ് ഉണ്ടാവും. ആംബുലേറ്ററി ആൻഡ് സർജറി സെൻറ്റേഴ്സ്, ബില്ലിംഗ് കമ്പനീസ്, നമ്മുടെ എറണാകുളത്ത്, ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ടെക്നോ പാർക്ക്, എറണാകുളത്താണെങ്കിൽ നമ്മുടെ ഇൻഫോ പാർക്ക്, ഇവിടെ എല്ലാം ബില്ലിംഗ് കമ്പനീസ് ഒത്തിരി ഉണ്ട്, അവിടെ നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ സെയിം ഇൻഷുറൻസ് കമ്പനീസ്, എബ്രോഡൊക്കെ ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം UAE ആണെങ്കിൽ ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആയിരിക്കും കുറച്ചും കൂടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ളതല്ലോ. അപ്പം അവിടെയെല്ലാം നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വർക്ക് സെറ്റിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ഇത് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഫംഗ്ഷനും കൂടെ കുറച്ചും കൂടെ നമ്മൾ പഠിക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഞാൻ ബില്ലിംഗ് കമ്പനീസിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഒത്തിരി കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് വിടാൻ പറ്റും. ഇനി എന്താണെന്നുണ്ടെങ്കിലും ജോബ്ലെസ് ആയിട്ട് ആരും ഉണ്ടാവില്ല. വർക്ക് ഫ്രം ഹോമും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കമ്പനീസിൽ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ സ്കിൽസ് റിക്വയർഡ്, അക്യുറസി ഈസ് വെരി ക്രൂഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കോഡറിൻ്റെ കയ്യിലാണ് റീഇംബേഴ്സ്മെൻറ്റ് എമൗണ്ട് ഇരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അനലറ്റിക്കൽ സ്കിൽസ്, നോളജ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി, ടെക്നിക്കൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അറിയാമല്ലോ, അത് വേറൊന്നുമല്ല. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇൻ്റർപ്രറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, അതാണ് അനലറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം മെഡിക്കൽ റെക്കോർഡ്സ്, അതിന് വി മസ്റ്റ് നോ ദ മെഡിക്കൽ ടെർമിനോളജീസ് ഓൾസോ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മെഡിക്കൽ ടേംസ്, അനാറ്റമി ആൻഡ് പ്രൊസീജിയർ, ഇതിന് എന്ത് വേണം? മെഡിക്കൽ ടെർമിനോളജി നോളജ് വേണം. പിന്നെ ടെക്നിക്കൽ സ്കിൽസ് ലൈക്ക് എന്താ പറയുന്നത്, കോഡിംഗ് സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റം, അതായത് പ്രൊഫിഷ്യൻസി വിത്ത് കോഡിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ് സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് മസ്റ്റ്. എബിലിറ്റി ടു ഇൻട്രാക്ട് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് എഫക്റ്റീവ്ലി. ഇതാണ് നമ്മൾക്ക് വേണ്ട സ്കിൽസ്. കാരണം ബേസ്ഡ് ഓൺ അസ് റീഇംബേഴ്സ്മെൻറ്റ് അപ്രൂവൽ, അതുകൊണ്ടിട്ട് നമുക്ക് ഈ സ്കിൽസും കാര്യങ്ങളും എല്ലാം വേണം. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ല. നമ്മൾ പതിയെ വർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് നമ്മളത് ചെയ്തു വരുമ്പം നമ്മളെല്ലാവരും ഓക്കെ ആവുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് മെഡിക്കൽ കോഡിങ്ങിന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ജോബ് ഏരിയ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതെല്ലാമാണ് നമ്മളുടെ ചെറുതായിട്ടുള്ള സിലബസും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ലൈസൻസ് എക്സാം കാര്യങ്ങളെന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ICT 10CM വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ICT 10CM ഞാൻ ഒരിക്കലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല എൻ്റെ പർപ്പസ്. നമ്മളിപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിലും വി മസ്റ്റ് ബി ഏബിൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊന്നും തരത്തില്ല. എക്സാമിന് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കും, നമ്മളത് എങ്ങനെ അത് കോഡ് വരുന്നു എന്ന് നമ്മൾ പറയണം. അതിന് നമ്മൾ ജനറലായിട്ട് നമ്മളതിൻ്റെ കോഡിങ് ഗൈഡ് ലൈനും കാര്യങ്ങളും അറിയണം. ഇതിൽ മെയിൻ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് CPT അല്ല, ICD ആണ്. അതുകൊണ്ടിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ICD വെച്ചിട്ട് ICDയിലെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളും കൂടുതലുള്ളത് കൊണ്ടിട്ട് CPTയെക്കാളും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ICD വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അലോങ് വിത്ത് ദാറ്റ് ഞാൻ മെഡിക്കൽ ടെർമിനോളജീസ് എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് ടെർമിനോളജീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ മെഡിക്കൽ ടെർമിനോളജി ICDയിലും നമുക്ക് വേണം, CPTയിലും നമുക്ക് വേണം. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ജോബിന് പോകുമ്പോഴാണെങ്കിലും നമുക്ക് മെഡിക്കൽ ടെർമിനോളജി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കേസ് ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. സോ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു ക്ലാസ്സാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് നമ്മളുടെ ICD ടെക്സ്റ്റ് ബുക്ക് അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, ഇല്ല
നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതുവരെ കോഡിംഗ് പഠിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, കോഡിംഗ് പഠിച്ചാൽ എങ്ങനെയുണ്ടെന്നൊക്കെ തോന്നുന്നവർ കാണുന്നുണ്ടെങ്കിൽ ICT 10 ബുക്ക് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് സെറോക്സ് കോപ്പിയാണുള്ളത്, ഒറിജിനൽ എൻ്റെ അടുത്തില്ല. 2024 സെറോക്സ് കോപ്പിയാണുള്ളത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് ലെറ്റ്സ് ഗോ ത്രൂ ICT 10 CM ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഒന്ന് കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെക്സസ് കാര്യങ്ങൾ എന്ന് പറയാം. പിന്നെ ഇതിന് ഏറ്റവും ഒരു എന്താ പറയുന്നത്, ഒരു ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, ഇതൊരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കോഡും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം. നമ്മൾ പഠിക്കുന്ന ഓരോ കോഡും ഓരോ സിനാരിയോയിൽ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എക്സാം എഴുതാനും അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പം എക്സാം എഴുതാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നോളജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല, ഈസി ആവാനേ ഉള്ളൂ. പിന്നെ ഒരു 10 എന്താ പറയുക, ഒരു 10, 50, 60 ക്വസ്റ്റ്യൻസ് ആൻസർ പതിയെ നമ്മളത് ചെയ്ത് വരുമ്പം തന്നെ നമ്മൾ ആ ടെസ്റ്റുമായിട്ട് വളരെ ഫെമിലിയർ ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പം അതാണ് എൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.